ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഹൃദയം തുറന്ന് കേൾക്കണമെങ്കിൽ എപ്പോഴും നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. വചനത്തിൻ്റെ നിറവുണ്ടാകണം. പ്രിയമുള്ളവരെ, യേശു ദൈവപുത്രനായിരുന്നിട്ടും രാവിലെയും രാത്രിയും പുലർച്ചെ കാലഘട്ടങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കാണുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യരായ നമ്മളും എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം? യേശു തന്നെ പിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുകയാണ്. യേശുവാണ് നമ്മുടെ റോൾ മോഡൽ. മറ്റാരെയും നമ്മൾ നോക്കേണ്ടതില്ല. മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കിയാൽ പതറിപ്പോകും. യേശുവിലേക്ക് മാത്രം നോക്കുക പ്രിയമുള്ളവരെ. എപ്പോഴൊക്കെയാണോ യേശു പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നത് അപ്പോഴെല്ലാം അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിച്ചത് അപ്പോഴൊക്കെ അത്ഭുതം. നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ്. നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. നമ്മൾ യേശുവിൽ അഭയം പ്രാപിക്കണം. കണ്ണുനീരോടെ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയണം. നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഇതാണ്: യേശുവിനെ കുറിച്ച് അറിയണമെന്ന് യേശുവിനോട് തന്നെ നമ്മൾ വാശി പിടിക്കണം. നമ്മുടെ സ്നേഹം കൊണ്ട്, ആത്മാർത്ഥത കൊണ്ട് യേശുവിനെ നമ്മൾ കീഴടക്കി നിർത്തണം. അങ്ങനെ നമുക്ക് സാധിച്ചാൽ നാം ജീവിതത്തിൽ വിജയിക്കും. ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരാൾ മറ്റൊരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പലതും ചെയ്യുന്നത് കാണാറുണ്ട്. എനിക്ക് അവരോട് സഹതാപമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ആരെയും പ്രീതിപ്പെടുത്തേണ്ട. ഞാൻ വീണ്ടും പറയുന്നു, യേശുവാണ് നമ്മുടെ റോൾ മോഡൽ. യേശുവിനെ മാത്രം പ്രീതിപ്പെടുത്തിയാൽ മതി. ഞാൻ ഈ പറയുന്നത് വിശ്വസിച്ച് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നതെന്ന് നീ അനുഭവിച്ചറിയൂ. അങ്ങനെ എല്ലാം അനുഭവിച്ചറിഞ്ഞ് വിജയിച്ച ഒരാളാണ് ഞാൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ കുറവുകൾ കാണാതെ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുന്നവരാണ്. നാം എന്ന് നമ്മുടെ കുറവുകൾ, പോരായ്മകൾ, കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നുവോ അന്ന് നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തും. അതിന് നമുക്ക് സ്വയം സാധിക്കില്ല. ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കണം. ഈശോയെ, എൻ്റെ കുറവുകൾ എന്നോട് പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈശോ എണ്ണി നമുക്ക് പറഞ്ഞു തരും. ഈശോയെ, ഇത് കേട്ട എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുറവുകളെല്ലാം നിറവുകളായി മാറട്ടെ. പ്രാർത്ഥിക്കുന്നതിന് തടസ്സപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ.